ഇതാണ് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രണയത്തിന് തുടക്കം. ദേവകി പറഞ്ഞത് മുഴുവൻ കേട്ട് ആ മടിയിൽ കിടക്കുമായിരുന്നു നന്ദു. അവളറിയാതെ തന്നെ കണ്ണു നിറഞ്ഞു. അവളത് തുടച്ചു കളഞ്ഞ് എഴുന്നേറ്റിരുന്നു. ആ ഇനി കഥ പറച്ചിലൊക്കെ പിന്നെ. മോള് വാ, വന്നെന്തെങ്കിലും കഴിക്കേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമേ. ഉറപ്പായിട്ടും വരാ. കഴിക്കാതെ ഞാൻ കിടക്കില്ല. കുറച്ച് കഴിയട്ടെ, അവൾ ദേവകിയെ നോക്കി പറഞ്ഞു. ശരി, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കണം. അവൾ അതൊന്ന് തലയാട്ടി. അത് കണ്ടുകൊണ്ട് ദേവകി താഴേക്ക് പോയി. കുറേ നേരം അവൾ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. ഇടയ്ക്ക് കണ്ണടയ്ക്കുമ്പോൾ ദേവന്റെ താലി ഏറ്റുവാങ്ങുന്ന വേണിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിയും. അതവളെ വേദനിപ്പിച്ചുവെങ്കിലും ആ യാഥാർത്ഥ്യവുമായി അവൾ പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ പതിയെ റൂമിൽ നിന്നിറങ്ങി താഴേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ചു. തിരിച്ചു പോരാനായി അവളെ ദേവകി അവിടെ പിടിച്ചിരുത്തി. കുറേ നേരം അവരോടൊപ്പം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് തന്നെ വന്നു. ഇനി 2 ദിവസം മാത്രം ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ ദേവേട്ടൻ എന്നേക്കുമായി വേണിച്ചേച്ചിക്ക് സ്വന്തം. അത് കഴിഞ്ഞ പിന്നെ ഞാനെന്ന ശല്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും എൻ്റെ പേര് പറഞ്ഞ് ദേവേട്ടൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ആരും എന്നെ കാണാൻ പാടില്ല. അപ്പോൾ എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങോട്ടേക്ക് പോയാലും ആരും അന്വേഷിക്കില്ല. ഇനി ഒരിക്കലും ആരും എന്നെ കാണില്ല, ഒരിക്കലും. ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ വാതിൽ തുറന്നു വരുന്നത് കണ്ടത്. ആരാന്ന് നോക്കിയപ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ശരീരം വിറകൊള്ളാൻ തുടങ്ങി. അറിയാതെ തന്നെ എൻ്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. ദേവേട്ടൻ. ദേവനെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയ രീതിയിൽ പേടി തോന്നി. അവൻ്റെ സാമീപ്യം അവളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവേട്ടൻ മറ്റൊരാളുടെ സ്വന്തമാവാൻ പോകുന്ന സത്യം അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ ശ്രമം പരാജയപ്പെടാൻ തുടങ്ങി. അവൾ അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. അവൻ പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. അതവൾക്ക് മനസ്സിലായി. അവൻ അടുത്തേക്ക് വരുംതോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ചെന്നിയിൽ കൂടി വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. നന്ദു. അവൻ്റെ ശബ്ദം അവളുടെ കാതിലേക്ക് പതിച്ചതും അവളുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി. അത്രയും ആർദ്രമായിട്ടാ അവൻ വിളിച്ചത്. നന്ദു. അവൻ വീണ്ടും വിളിച്ചതും അവൾ പതിയെ തിരിഞ്ഞു നോക്കി. അവളുടെ കൈകൾ ടോപ്പിൽ ചുരുട്ടിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തല താഴ്ത്തി പിടിച്ചു. എന്താടോ, എൻ്റെ മുഖത്തേക്ക് നോക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? അവൻ്റെ വാക്കുകൾ വിഷാദം തള കെട്ടിക്കിടക്കുന്നത് അവൾക്ക് മനസ്സിലായി. ഒന്നാഞ്ഞു ശ്വാസം വിട്ടിട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേ. അവളുടെ മുഖത്ത് അല്പം ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. അതെന്താ, എനിക്കിങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഇല്ല, 3 ദിവസം കഴിഞ്ഞ ദേവേട്ടൻ്റെയും വേണിച്ചേച്ചിയുടെയും കല്യാണമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു അന്യ പെൺകുട്ടിയുടെ മുറിയിൽ ഇങ്ങനെ രാത്രി വരുന്നത് ശരിയല്ല. അവക്ക് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു വിടണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് അവനോട് സംസാരിച്ചത്. എന്നു മുതലാണ് നന്ദു ഞാൻ നിനക്ക് അന്യനായത്? നിന്നെ ഈ നെഞ്ചു കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അന്നെല്ലാം നീ എനിക്ക് എൻ്റെ സ്വന്തമായിരുന്നു. പിന്നെ എന്നു മുതലാ നീ എനിക്ക് ആരും അല്ലാതായത്? നീ എനിക്കല്ല, ഞാനാണ് നിനക്കാരും അല്ലാതായത്. എന്നെയാണ് നീ അന്യയായി കണ്ടത്. അവൻ്റെ വാക്കുകൾ കേൾക്കെ അവിടെ ഹൃദയത്തിൽ നിന്നും ചോര പൊടിഞ്ഞിരുന്നു. അല്ല ദേവേട്ടാ, എനിക്ക് ദേവേട്ടൻ എൻ്റെ എല്ലാമാണ്. എൻ്റെ ജീവനും ജീവിതവും എല്ലാം എൻ്റെ ദേവേട്ടനാ. ദേവേട്ടൻ എന്നെ സ്നേഹിച്ചതിൻ്റെ 10 മടങ്ങ് ഞാൻ ദേവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ദേവേട്ടനാണ് എൻ്റെ പ്രണയം. പക്ഷേ ഈ ജന്മം നമുക്ക് ഒന്നിക്കാൻ നിയോഗമില്ല. ഈ ജന്മത്തിൽ ദേവേട്ടൻ്റെ പാതയെ ജീവിക്കാൻ വിധിക്കപ്പെട്ടത് വേണിച്ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല. എനിക്കറിയാം, ഞാൻ ദേവേട്ടൻ്റെ മുന്നിലുള്ളിടത്തോളം കാലം ദേവേട്ടൻ്റെ വേണിച്ചേച്ചി സ്നേഹിക്കാൻ കഴിയില്ലെന്ന്. ദേവേട്ടൻ്റെ ജീവിതം ഞാൻ കാരണം തകരാൻ പാടില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ആരുടെയും മുന്നിൽ വരില്ല. നിങ്ങളാരും തേടി വരാത്തൊരിടത്തേക്ക് എനിക്ക് പോകണം. ആർക്കും ഞാൻ ഒരു ശല്യമാവാൻ പാടില്ല, ആർക്കും. നന്ദു,
ദേവൻ തോൾ തട്ടി വിളിച്ചപ്പോഴാ അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ദേവേട്ടന് എന്താ വേണ്ടേ? എന്തിനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ? ആ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചു. നിനക്കിതല്ലാതെ വേറൊന്നും എന്നോട് ചോദിക്കാനില്ലേ? ഇല്ല, എനിക്ക് വേറൊന്നും അറിയണ്ട. വെറുതെ വന്നതാണെങ്കിൽ ദേവേട്ടൻ പോവാൻ നോക്ക്. അവനവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൾ അവനിലേക്ക് അടുക്കുമെന്ന് പേടി അവൾക്കുണ്ടായിരുന്നു. നിനക്കിപ്പോ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അല്ലേ നന്ദു? അതിനും മാത്രം ഞാൻ നിന്നോട് ഒന്നും ചെയ്തില്ലല്ലോ നന്ദു. നിന്നെ ഞാൻ സ്നേഹിച്ചതാണോ തെറ്റ്? ദേവേട്ട പ്ലീസ്, പഴയൊന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ പാടെ മറന്നു കളഞ്ഞു. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എൻ്റെ മനസ്സിലിപ്പോ അതൊന്നും തന്നെ ഇല്ല. അവൾ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ അവളെ ചതിച്ചിരുന്നു. അതവൻ കാണാതെ തുടച്ചു മാറ്റി. ഞാൻ മറന്നു, നീ ഇപ്പോൾ ആ പഴയ നന്ദു അല്ലല്ലോ. സോറി, ഞാൻ നിന്നോട് വെറുതെ ആവശ്യമില്ലതൊക്കെ പറഞ്ഞു. അതൊക്കെ മറന്നേക്ക്. ഞാൻ വന്നതാ ഇത് തരാനാ. അവൻ അവൾക്ക് നേരെ ഒരു കവർ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ആദ്യം ഒന്നും മടിച്ചെങ്കിലും പിന്നത് വാങ്ങി. ഇത് നിനക്ക് എൻ്റെ കല്യാണത്തിലിടാനുള്ള ഡ്രസ്സാ. ഇവിടെ എല്ലാവർക്കും പുതിയതെടുത്തു. നിന്റെ കാര്യം എല്ലാവരും മറന്നതാണോ അതോ മനഃപൂർവ്വം ഓർക്കാത്താണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഞാൻ കല്യാണത്തിന് വരുന്നില്ല. അത് ശരിയാവില്ല. നിനക്കല്ലായിരുന്നോ എന്നെ കെട്ടിക്കാൻ ധൃതി? അപ്പോ നീ വേണം എൻ്റെ കല്യാണത്തിന്. വേറെ ആര് വന്നില്ലെങ്കിലും നീ ഉണ്ടാവണം അവിടെ. ശരിയാ, ഞാൻ പോണം. ദേവേട്ടൻ വേണിച്ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണണം. അത് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് വേണം എനിക്ക് സന്തോഷത്തോടെ പോവാൻ. എന്താ, നീ വരില്ലേ? ഞാൻ വരാം. ശരിയെന്നാ കിടന്നോ, ഞാൻ പോവാ. അവൻ പുറത്തേക്ക് നടന്നു. വാതിലിന്റെ മുന്നിലെത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. അവളിപ്പോഴും ആ നിൽപ്പിൽ തന്നെ നിൽക്കുന്നത് കണ്ടു. അവൻ വാതിലടച്ചിട്ട് പുറത്തേക്ക് നടന്നു. ദേവേട്ടൻ എനിക്കായി വാങ്ങിയത്. ഇതിനോളം പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല. ദേവേട്ടൻ വേണിച്ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ എനിക്ക് പറ്റുമോ? ദേവേട്ടൻ എൻ്റെ അല്ലേ? അല്ല, ദേവേട്ടൻ എൻ്റെ അല്ല, വേണിച്ചേച്ചിയുടെയാണ്. എനിക്കവരുടെ കല്യാണം കാണണം. അവൾ ഓരോന്ന് ചിന്തിച്ച് ആ കവർ തുറന്നു നോക്കി. അതിലൊരു സാരിയായിരുന്നു. ചില്ലി റെഡ് കളർ സാരി. അതോടൊപ്പം തന്നെ അതിന് മേച്ചാവുന്ന മാലയും വളയും ഒക്കെയുണ്ട്. അവൾ ആ സാരിയിൽ കൂടി വിരലോടിച്ചു. അറിയാതെ 2 തുള്ളി കണ്ണുനീര് അതിലേക്ക് ഇറ്റി വീണു. ദേവേട്ടനോട് ദേഷ്യപ്പെടണം എന്ന് കരുതിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ദേവേട്ടൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാ ചിലപ്പോൾ എൻ്റെ മനസ്സിനെ പിടി വിട്ടുപോവും. ചിലപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു പോവും. അത് പാടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എല്ലാവർക്കും ദോഷം ചെയ്യും. അത് നമ്മുടെ കുടുംബത്തെ തന്നെ ബാധിക്കും. ഞാൻ ഇങ്ങനെ മിണ്ടാൻ നിന്നാ എനിക്ക് എൻ്റെ ദേവേട്ടന് മാത്രം നഷ്ടമാവും. അതെനിക്ക് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ സാരമില്ല, അടുത്ത ജന്മം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഈ ഒരു ജന്മത്തിന് പകരമായി അടുത്ത 6 ജന്മങ്ങളിലും ഞാൻ ദേവേട്ടൻ്റെ പാതയിൽ തന്നെ ജീവിക്കും. 6 ജന്മങ്ങളും നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. അവൾ ഓരോന്ന് ചിന്തിച്ച് ആ സാരിയും നെഞ്ചോട് അടക്കി പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നുറങ്ങി. എന്നാലും വേണി, നീ ഇതെങ്ങനെ സാധിച്ചെടുത്തു? ആ ചോദ്യം കേട്ട് വേണി ഒന്ന് ചിരിച്ചു. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിരിക്കും. അതിനുവേണ്ടി എന്തു ചെയ്യാൻ എനിക്കൊരു മടിയില്ല. കുഞ്ഞിലേ മുതലേ ഞാൻ ദേവേട്ടനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. ദേവേട്ടൻ്റെ താലി അതെൻ്റെ കഴുത്തിൽ വീഴുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം വേറൊരിടത്ത് ഞങ്ങൾക്കിടയിൽ വന്ന് ഞാൻ ദേവേട്ടനെ അവൾക്ക് വിട്ടുകൊടുക്കണോ? അതിനു വേണ്ടി മരിക്കണം. അന്ന് ഞാൻ തീരുമാനിച്ചതാ എങ്ങനെയെങ്കിലും ദേവേട്ടനെ എനിക്ക് സ്വന്തമാക്കണമെന്ന്. ഇന്നിപ്പോൾ ഞാൻ ആഗ്രഹിച്ചെന്ന് നടക്കാൻ പോവാ. നാളെ കഴിഞ്ഞാൽ ദേവേട്ടൻ്റെ സ്വന്തം. ദേവേട്ടൻ്റെ മനസ്സിലിപ്പോഴും ആ നാശം പിടിച്ചവളാണെന്ന് എനിക്കറിയാം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തിരിക്കും. എന്തായാലും ദേവേട്ടൻ അവളെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ മനസ്സിൽ എനിക്ക് മാത്രമായിരിക്കും സ്ഥാനം. ഇനി 2 ദിവസം കൂടി മാത്രം. ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചത് ആ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. അത് നടക്കാൻ ഇനി വെറും 2 ദിവസം മാത്രം. അപ്പോൾ അവളുടെ മുഖത്തൊരു വിജയിച്ചിരി ഉണ്ടായിരുന്നു. എല്ലാം നേടിയെടുത്തവളുടെ ചിരി.
എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചു? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ആ നന്ദു ദേവേട്ടന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തോ കാരണം കാണില്ലേ? അവൾ തന്റെ സംശയം വേണോട് ചോദിച്ചു. എന്റെ ശ്രുതി, നീ ഇത്രയും നേരം അതാണ് ആലോചിച്ചോണ്ടിരുന്നേ? എന്നാ കേട്ടോ, അവൾ അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു വലിയ കാരണം തന്നെ ഉണ്ട്. എന്താത്? നിനക്ക് അതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന്. ദേവേട്ടൻ എനിക്ക് വേണം. അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. ഏത് തരം താഴ്ന്ന കളിയും ഞാൻ കളിച്ചിരിക്കും. ഒരാളെ കൊല്ലേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. അവളതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് ശ്രുതി ഒന്ന് പേടിച്ചു. നിനക്കറിയണോ എന്താ സംഭവിച്ചെന്ന്? അവൾ ശ്രുതിയെ നോക്കി ചോദിച്ചു. അതിന് അവളൊന്ന് മൂളി. പിന്നെ അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ട് ശ്രുതി ഞെട്ടി. അവളറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ടോ അന്ന് ആദ്യമായി അവൾക്ക് വേണിയോട് ദേഷ്യം തോന്നി. ആ ഒരു മാത്രയിൽ അവൾ വേണിയെ വെറുത്തുപോയി. അന്നേരം അവളുടെ മനസ്സിൽ എല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുന്ന നന്ദുവിന്റെ മുഖം മാത്രമായിരുന്നു. അവൾ അനുഭവിക്കുന്ന വേദന ഓർത്തപ്പോ അവൾക്ക് വേണിയെ ചുട്ടരിക്കാൻ തോന്നി. വേണി, ഇത് വേണ്ടിയിരുന്നില്ല. അവളൊരു പെണ്ണാണ്. നിനക്ക് എങ്ങനെ തോന്നി അവളോട് ഇങ്ങനെ ചെയ്യാൻ? അവളുടെ വാക്കുകൾ അപ്പോ വേണിയുടെ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. നീ എന്താ അവളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുവാണോ? നീ എൻ്റെ ഫ്രണ്ടാണ്, അത് ഓർമ്മ വേണം. ഞാൻ ആരുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചതല്ല. എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവളിപ്പോ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുമെന്ന്. ദേവേട്ടൻ അവൾ ഇഷ്ടപ്പെട്ടത് അവളുടെ കുറ്റമാണോ? ദേവേട്ടന് അവളെ ഇഷ്ടമാണെന്ന് അവൾ പോലും അറിഞ്ഞത് ഈ ഇടയ്ക്കല്ലേ? അതിലെവിടെയാ അവളുടെ തെറ്റ്? അവക്ക് വേണ്ടി ഇങ്ങനെ കുറച്ചാളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു എന്ന് നീ തന്നെ എന്നോട് പറഞ്ഞത്. നിനക്ക് എങ്ങനെ മനസ്സ് വന്നു വേണി ഇത് ചെയ്യാൻ? നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു അവള്? നീ എന്നെ ശരിയും തെറ്റൊന്നും പഠിപ്പിക്കാൻ വരണ്ട. എനിക്കെന്റെ ദേവേട്ടന് വേണം. അത് ഞാൻ എന്തും ചെയ്യും. എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല. അതിനെ മനസ്സെന്ന് പറയുന്ന സാധനം വേണം. അല്ലാതെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നീയൊന്നും ഓർത്തോ, നീ ചെയ്യുന്ന കാര്യങ്ങളെന്നും മറ്റുള്ളിൽ നിന്നും മറച്ചു വെക്കാൻ നീ കരുതണ്ട. എന്നെങ്കിലും ഒരിക്കൽ അത് മറന്നീക്കി പുറത്തു വരും. ദേവേട്ടൻ അതെല്ലാം അറിഞ്ഞ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവൾ പറഞ്ഞത് കേട്ട് വീണു ഞെട്ടിയെങ്കിലും അവളത് പുറമേ കാണിക്കാൻ നിന്നു. നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ? ദേവേട്ടനൊരിക്കലും അതൊന്നും അറിയാൻ പോകുന്നില്ല. ഇനി എങ്ങാണു അറിഞ്ഞ ദേവേട്ടനെ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ദേവേട്ടന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കും. അവളുള്ളിലെ പേടി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാനായിട്ട് നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും വേണിയുടെ മുഖത്തു നിന്നും അവൾ പേടിച്ചിരിക്കുവാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ആ പിന്നെ നാളെ അങ്ങോട്ടേക്ക് വന്നേക്കണം. നിനക്കറിയാലോ, നീ മാത്രം എൻ്റെ ഏക ഫ്രണ്ട്. അതുകൊണ്ട് കല്യാണം കഴിയും വരെ നീ എൻ്റെ കൂടെ തന്നെ വേണം. നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എന്നാ ശരി, ഞാൻ പോവാ. അമ്മ എന്നോട് പുറത്തേക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ നീ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് മാത്രം ഞാൻ വന്നത്. നിന്റെ കല്യാണം അത് ദേവേട്ടനുമായിട്ടെന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല. അതാ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ? അപ്പോ നാളെ കാണാം. ഞാൻ പോട്ടെ. ശരിടി, നാളെ ഞാൻ വന്നേക്കാം. നീ പോക്കോ. അപ്പൊ നാളെ. അതും പറഞ്ഞ് അവൾ മുന്നോട്ടേക്ക് നടന്നു. ഇല്ല വേണി, നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ആ പെണ്ണ് സങ്കടം കാണാതെ പോവില്ല. അവളുടെ കണ്ണുനീര് അതൊരിക്കലും നിന്നെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്തതാ നീ അവളോട് ചെയ്തത്. അതിനൊക്കെ നീ അനുഭവിക്കൂ. വേണി പോന്ന് നോക്കി നിന്നുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. മോളെ. പരിചിതമായ ശബ്ദം കേട്ട് നന്ദു തല ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ ഓടി വന്ന് ആ നെഞ്ചിലേക്ക് വീണു. എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ? മോളെപ്പറ്റി ഇവിടെ എല്ലാവരും പലതും പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം അതൊന്നും ശരിയല്ലെന്ന്. എൻ്റെ നന്ദുമോക്ക് അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. പിന്നെന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? രാധിക അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോട് ചോദിച്ചു. അതിന് മറുപടി എന്നോണം അവൾ ആ നെഞ്ചിലേക്ക് വീണ്ടും പൊട്ടിക്കരഞ്ഞു. എന്താ നന്ദു, എൻ്റെ നന്ദുമോക്ക് ഇത്രമാത്രം സങ്കടം? ആരാ എൻ്റെ കുട്ടിയെ വേദനിപ്പിച്ചേ? എന്താ എൻ്റെ മോക്ക് പറ്റിയേ? നന്ദുവിന് തലയോട് കൊണ്ട് ചോദിച്ചു. അമ്മേ,
എനിക്ക് കരയുന്നതിനിടയിൽ അവൾ പറഞ്ഞതൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു പോയി. രാധിക അവളെ കട്ടിലേക്ക് കൊണ്ടുപോയിരുത്തി. ജഗ്ഗിൽ നിന്നും വെള്ളം അവൾക്ക് എടുത്തു കൊടുത്തു. എന്താ നന്ദു എൻ്റെ മോക്ക്? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരവസ്ഥയെ കാണുന്നേ. 2 ദിവസം കഴിഞ്ഞ ദേവന്റെ കല്യാണാണെന്ന് അറിഞ്ഞു. പക്ഷേ നീയല്ല പെണ്ണെന്നറിഞ്ഞപ്പോ. എന്താ നന്ദു, നിനക്ക് ദേവമോനെ ഇഷ്ടമല്ലേ? നീ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞത്. എന്താ നിന്റെ പ്രശ്നം? അമ്മേ, ഞാൻ കുറച്ചു നേരം അമ്മയുടെ മടിലൊന്ന് കിടന്നോട്ടെ. രാധികയോട് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ വേഗം തന്നെ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അതിനെന്താ, വാ. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ആദ്യമൊക്കെ നീ എൻ്റെ കൂടെ ഉറങ്ങുമല്ലായിരുന്നോ? പക്ഷേ അനു വന്നതോടെ ഞാൻ എൻ്റെ മോളെ പാടെ അവഗണിച്ചു. നിന്നെ ശ്രദ്ധിക്കാതെയായി. പക്ഷെ ഇപ്പോ എനിക്ക് നീ കഴിഞ്ഞ ആരുള്ളൂ. നന്ദുവിനെ അവരെ മടിയിലേക്ക് കിടത്തി തലോടിക്കൊണ്ട് പറഞ്ഞു. മോളെ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ആരും എന്നെ നിർബന്ധിക്കരുത്. ദേവേട്ടനും വേണിച്ചേച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കണം. ഞാനിപ്പോൾ അതുമാത്രം ആഗ്രഹിക്കുന്നേ. ഞാനൊരിക്കലും ദേവേട്ടന് ചേരില്ല. ചേരാത്ത ചേർത്ത് വെച്ചതുകൊണ്ട് എന്താ പ്രയോജനം? ദേവേട്ടനും വേണിച്ചേച്ചിയും തമ്മിൽ നല്ല ചേർച്ചയാ. അവർ തമ്മിലാ ഒന്നിക്കേണ്ടത്. രാധിക പറഞ്ഞത് മുഴുവനാക്കും മുന്നേ ഇടയിൽ കയറുന്ന അന്തു പറഞ്ഞു. നീ ഇത് പൂർണ്ണ മനസ്സോടല്ല പറഞ്ഞെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ എന്തോ ഒരു കാരണമുണ്ട്. നീ അത് പറയുന്നില്ല. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ മോളെ, നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഒരു കാര്യം ചെയ്യ് മോള്, എൻ്റെ കൂടെ വാ. നമുക്ക് അവിടെ നമ്മുടെ വീട്ടിൽ കഴിയാം. ഇല്ലമ്മേ, അത് ശരിയാവില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്നാലല്ലേ എനിക്ക് ദേവേട്ടൻ വീഴ്ച കഴിച്ച് താലി കിടന്ന് കാണാൻ പറ്റൂ. ദേവേട്ടൻ മറ്റൊരാളുടെ സ്വന്തമാവുന്നത് എനിക്ക് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് കല്യാണം കഴിയും വരെ എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ നീ ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ അങ്ങോട്ടേക്ക് വന്നേക്കണം. അവിടെ നിന്നെ കാത്ത് ഒരച്ഛനും അമ്മയും അനിയത്തിയുണ്ട്. ആർക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണം നിന്നെ. നീ എൻ്റെ മോളാ. അമ്മേ, ഞാൻ കുറച്ചു നേരം ഒന്നുറങ്ങട്ടെ. കുറേ നാളായി ഒന്നുറങ്ങിയിട്ട്. എനിക്കിന്ന് അമ്മയുടെ മടി കിടന്നൊന്ന് ഉറങ്ങണം. എൻ്റെ മോട് ഉറങ്ങിക്കോ, അമ്മ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. എൻ്റെ മോട് ഉറങ്ങിക്കോ. രാധിക അവളുടെ തല തലോടിക്കൊണ്ടിരുന്നു. അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. അപ്പോഴും ആ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു. മോളെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലേച്ചി, ഞാൻ എന്നാലാവും വിധം അവളോട് ചോദിച്ചു. പക്ഷേ അവളൊന്നും പറയുന്നില്ല. അവളെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ്. അവക്ക് ദേവന്റെ കല്യാണം കാണണമെന്നാ പറഞ്ഞേ. രാധിക പറഞ്ഞത് കേട്ട് ദേവികയുടെ കണ്ണു നിറഞ്ഞു. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയെന്ന് അറിയില്ല. പക്ഷേ അതവള് നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. അവളുടെ മനസ്സിനെ അത് അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒന്നാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒന്നും അവൾ പറയുന്നില്ല. ഞാൻ കുറേ തവണ ചോദിച്ചു. പക്ഷേ എന്നോടും അവളൊന്നും പറയുന്നില്ല. രാധിക ചോദിച്ചാൽ പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ രാധികയോട് വരാൻ പറഞ്ഞേ. എനിക്ക് മനസ്സിലാവും ചേച്ചി, നന്ദുവിനെ ഇന്നൊന്നല്ലേ കാണാൻ തുടങ്ങിയതല്ലോ. ഒന്നുമില്ലേലും കുറച്ചുനാൾ എൻ്റെ നെഞ്ചിലെ ചൂട് പറ്റിയല്ലേ അവൾ വളർന്നത്. ആ മനസ്സിനെന്തോ കാര്യമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ അതവൾ പറയാതെ നമ്മൾ എങ്ങനെ അറിയാനാണ്? ഞാൻ ദേവനോട് കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അവനും വാശിയില്ല. ഈ കല്യാണം നടത്തണമെന്നും പറഞ്ഞ് നടക്കുക. എനിക്ക് അവൻ്റെ ഭാര്യയായിട്ട് നന്ദുമോളല്ലാതെ മറ്റാളെയും കാണാൻ സാധിക്കില്ല. ചേച്ചി വിഷമിക്കാതെ. മുകളിലിരുന്ന ആള് തീരുമാനിക്കുന്നത് പോലെയല്ലേ നടക്കൂ. ദേവൻ നന്ദുവിനുള്ളതാണെന്നാ എൻ്റെ മനസ്സിപ്പോഴും പറയുന്നേ. നമ്മളറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ദേവമുൻ അത്രയും പെട്ടെന്ന് നന്ദുമോളം മറന്ന് മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കില്ല. ചേച്ചി വിഷമിക്കാതിരിക്കെ. രാധിക പറഞ്ഞ് കേട്ടപ്പോൾ ദേവികയ്ക്ക് കുറച്ച് സമാധാനമായി. ശരിയാ, ഞാനിനി വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നില്ല. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.